ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു ഫോളാണ് ഉണ്ടായിരിക്കുന്നത്. വൺസ് ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു, പിന്നെ കംപ്ലീറ്റ് എന്താ പറയുക നല്ല രീതിയിലുള്ള ഫോൾ തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി കുറച്ചു നേരം ആ ഡിമാൻഡ് സോൺ ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കി ആൻഡ് ലാസ്റ്റ് ആഫ്റ്റർനൂൺ ബാങ്ക് നിഫ്റ്റിയും ഫോളോ ആയി. നമ്മൾ ഒരു കോൾ ബട്ടർഫ്ലൈ ലാസ്റ്റ് ആ കൺസോൾട്ടേഷൻ റേഞ്ചിൽ വന്നപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തായിരുന്നു. ബട്ട് അവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു ഫോൾ ഉണ്ടായത്. അതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ്ലി നിഫ്റ്റി നല്ല രീതിയിൽ തന്നെ ഫോളോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിഫ്റ്റി സപ്പോർട്ട് എവിടെയും എടുത്തില്ല. ഓൾറെഡി നമ്മൾ ചെറിയൊരു ബിയറിഷ്നെസ് ഇന്നലെ പറഞ്ഞായിരുന്നു. ബട്ട് ആ ഒരു റേഞ്ച് കാര്യങ്ങളിലേക്കൊക്കെ നിഫ്റ്റി ഹോൾഡ് ചെയ്തില്ല. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ ബൈസോണിന്റെ എപ്പോഴും പറയായിരുന്നു. നമ്മൾ ബൈസോൺ വന്നിട്ട് അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രം ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളത്. നാളെ ഒരു ചെറിയൊരു എന്താ പറയാ, നമ്മളൊരു ലിമിറ്റഡ് ലോസിൽ ഒരു റിവേഴ്സ് സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ചാനലിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെ വരുമെന്ന്. ലോസ് വന്നാൽ ലിമിറ്റഡ് ഒരു 400 താഴെ ആണ് എൻ്റെ ലോസ്. വൺസ് അവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് ആവണമെങ്കിൽ മാക്സിമം ഒരു ബൈ സോൺ ആണ് ആ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും. അതല്ല നമ്മൾ ലോസ് വന്നാൽ മാർക്കറ്റ് എപ്പോഴും ലോസ് എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് ലോസിന് നമുക്ക് കുറച്ച് എപ്പോഴും വന്നാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മേളിലേക്ക് നല്ല ട്രേഡ് വന്നാലും നമുക്ക് നല്ല രീതിയിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ ടെലിഗ്രാം ചാനൽ നമ്മൾ രാവിലെ മുതൽ പറഞ്ഞായിരുന്നു. ആൻഡ് ഇത് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്കൊരു ഒരു സോൺ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചെറിയൊരു ട്രേഡ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ലൈവ് മാർക്കറ്റ് പോലെ ഒന്ന് ചെയ്തായിരുന്നു. അതിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റായിരുന്നു. സിമ്പിൾ ആയിട്ട് തന്നെ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഇത് ഒരു ട്രേഡും കൂടി ഇവിടെ ഒരു ട്രേഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു 12 o'clock ആ റേഞ്ചിൽ നമുക്കൊരു ചെറിയ റേഞ്ചിങ് ആയിരുന്നു മാർക്കറ്റ്. അവിടെ നമുക്കൊരു ഡേ ലോ വെച്ചിട്ട് ഡേ ലോ ആണ് നമ്മൾ SL വെച്ചത്. ബട്ട് നല്ല രീതിയിൽ അത് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തു. ആൻഡ് ഇതുപോലെയുള്ള ട്രേഡ്സ് ഷെയർ എങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് കുറച്ച് റിസ്ക് അധികം ഉണ്ട്. എപ്പോഴും നമുക്ക് നമുക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റില്ല. ബട്ട് ഇതുപോലത്തെ ഉള്ള ട്രേഡ്സും കൂടി വേണം എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതല്ല എങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ നമുക്ക് ലിമിറ്റഡ് ലോസും പിന്നെ സ്ട്രാറ്റജി വൈസ് ഉള്ള ട്രേഡ് ആയിട്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ പോകുന്നത്. ആൻഡ് നമ്മളൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കോൾസ് ബൈയോ കോൾസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് അത് പറഞ്ഞാൽ ജസ്റ്റ് ലെവൽസ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നുള്ളൂ. ബട്ട് അതിനനുസരിച്ച് നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പും കൂടി ഉണ്ടാക്കി വന്നാൽ കുറച്ചും കൂടി നിങ്ങൾക്കും കൂടി ഹെൽപ്പ് ആവും. ഇവിടെയും നമുക്കാണെങ്കിൽ ലോസ് ലിമിറ്റഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 80 പോയിന്റിന്റെ അടുത്ത് 60 പോയിന്റിന്റെ അടുത്ത് നമുക്ക് SL വെക്കേണ്ട വരും. ആൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് 250 ആയിരുന്നു. ഈസി ആയിട്ട് അത് 250 അടിച്ചു. ബിക്കോസ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ തന്നെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ആഫ്റ്റർനൂൺ ആണ് നമുക്കിത് സംഭവിച്ചത്. അപ്പോൾ ഈ ഇത്രയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാവുന്ന ട്രേഡ്സ് ഒക്കെയാണ്. ഇതിൽ SL ഹിറ്റ് ആവില്ല എന്നല്ല പറയുന്നത്. SL ഹിറ്റ് ആവാനുള്ള ചാൻസസ് എല്ലായിടത്തും ഉണ്ട്. ബട്ട് നല്ല സ്ട്രാറ്റജി വൈസ് ട്രേഡ് കയറാൻ നോക്കാം. അതാണ് അതിലുണ്ടായിരിക്കുന്നത്. ഓക്കെ ആൻഡ് നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം ഇവിടെ ഒരു റിവേഴ്സ് സ്ട്രാറ്റജി നമ്മൾ നോക്കിയിട്ടുണ്ട്. എനിവേ നാളെ എന്താവും നോക്കാം. അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ലാസ്റ്റും ഒന്ന് FID ഡാറ്റ വെച്ചിട്ടും സെല്ലിംഗ് തന്നെയാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ ആൻഡ് ഇന്ന് നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ഇന്ന് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പൺ തന്നെ ആയിരുന്നു. പിന്നെ ഒരു സപ്പോർട്ട് എപ്പോഴും സപ്പോർട്ട് എടുക്കുന്ന ഒരു റീജിയൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു ഡേ ഹൈ വീണ്ടും തന്നു. ആൻഡ് അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി പയ്യെ ഡിമാൻഡ് സോണിലേക്ക് വന്നു. ഡിമാൻഡ് സോണിലായിരുന്നു ബാങ്ക് നിഫ്റ്റി കംപ്ലീറ്റ്ലി ഒന്ന് കുറെ നേരം ഹോൾഡ് ചെയ്തത്. ആൻഡ് അതിനുശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫോളോ ആയത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഫോളോ ആയിട്ട് പിന്നെയും ഡിമാൻഡ് സോണിന്റെ മേളിലേക്കൊക്കെ പോകാൻ നോക്കി. ബട്ട് അവിടെ നമുക്ക് ഒരു ഒരു ക്ലിയർ ക്യാൻഡിൽ അവിടെ കിട്ടിയില്ല. ദെൻ വീണ്ടും ഒരു ഫോൾ ആയിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ട് കംപ്ലീറ്റ്ലി ബെയറിഷ് എന്നല്ല സ്ലോലി ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 1 second.
ഓക്കെ. ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആയിരുന്നു അൾട്ടിമേറ്റ്ലി നല്ല രീതിയിലുള്ള ബെയറിഷ്നെസ് കാണിച്ചത്. പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ പറയാറുള്ള അതിൽ റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയായിരുന്നു നിഫ്റ്റി ഇന്നും ഓപ്പൺ ആയത്. തന്നെ അവിടുന്ന് ഒരു ഫോൾ ഉണ്ടായി. പിന്നെ ഒന്ന് ഈ ഒരു ലെവലിലേക്ക് നിഫ്റ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ബട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഫോൾ ആയിരുന്നു. ആൻഡ് ഡിമാൻഡ് സോണിൽ ഒന്ന് പുൾ ബാക്കിനൊക്കെ ശ്രമിച്ചെങ്കിലും ബട്ട് ഡിമാൻഡ് സോണും ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ നല്ല ഫോൾ ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ നല്ല ബൈങ് സോൺ ആണ്. ഓക്കെ. ആ ബൈങ് സോണിന്റെ താഴെയാണ് നിഫ്റ്റി ഇപ്പോഴും മീൻസ് ഫോൾ ഉണ്ടായിട്ട് ബൈങ് സോണിന്റെ താഴെയാണ് നിഫ്റ്റി ഒന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് ഒരു ചെറിയൊരു കൺസേൺ ആണ്. അപ്പൊ എങ്ങനെ ആകും എന്നുള്ളത് നമുക്ക് എന്തായാലും ലാസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. എനിവേ നിഫ്റ്റി ആണ് ഇന്ന് മാക്സിമം നല്ല രീതിയിൽ ബിയറിഷ് സെന്റിമെന്റ്സ് കാണിച്ചത്. 1.5% ആണ് നിഫ്റ്റിയുടെ ഇന്ന് ഫോൾ ഉണ്ടായേക്കുന്നത്. ആൻഡ് നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി. എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ. ആൻഡ് വിക്സ് ഇന്ന് ഏകദേശം ഒരു 5% വിക്സും ഒന്ന് അപ്പായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് അതാണ് പറയാനുള്ളത്. ആൻഡ് ഓക്കെ, ഇനി നമുക്ക് OA അനാലിസിസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയുടെ OA അനാലിസിസിൽ 22,000 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ. വിത്ത് സപ്പോർട്ട് ആയിട്ടുള്ള സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത് 22,400 22,400 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉള്ളൂ. ആൻഡ് അതിന് മുമ്പായിട്ടൊന്നും നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് കാര്യങ്ങളൊന്നും ഫോം ചെയ്തിട്ടില്ല. PCR 0.9 ആണ്. സ്റ്റിൽ PCR വീക്ക്നെസ് കാണിച്ചിട്ടില്ല. അതാണ് വേറൊരു ഇത് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് കറണ്ട് 22,300 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ദിസ് മന്ത് വരുമ്പോൾ 0.7 PCR. കറണ്ട് വീക്ക് നെക്സ്റ്റ് വീക്ക് ആയിരുന്നു ഓൾഡ് ചെയ്ത്. ഓക്കെ. 0.7 ആണ് PCR ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ. ബിയർ സെന്റിമെന്റ് തന്നെയാണ്. ബട്ട് എന്താ പറയാ, നമുക്ക് മീൻസ് 22,000 സ്ട്രാഡിലായിട്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 22,000 ബിലോ ആണ് ക്ലോസിംഗ് എങ്കിലും 22,000 ആണ് ഇപ്പൊ നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇപ്പോൾ ഒരു കോൾ ബിൽഡിങ്ങും കൂടി വരുന്നുണ്ട്. 22,000 നമുക്ക് ഒരു കോൾ ബിൽഡിങ്ങും കൂടി വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ. അപ്പോൾ കോൾ ഉണ്ട്. ആൻഡ് 22,000 ഇപ്പൊ കറന്റ് സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ. ആൻഡ് ഇനി റെസിസ്റ്റൻസ് വരുന്നത് 22,400 22,300 ചെറിയ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. 22,200 കറന്റ്ലി നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 22,400 നമുക്ക് ഇനി റെസിസ്റ്റൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. 22,400 റെസിസ്റ്റൻസ് ഉണ്ട്. 22,500 മാക്സിമം റെസിസ്റ്റൻസ് ആവും. ആൻഡ് സപ്പോർട്ട് 21,800 നല്ല സപ്പോർട്ട് തന്നെയാണ്. 21,700 21,800 ഇപ്പോൾ കറന്റ്ലി. ഓക്കെ. അവിടെ കോൾ ബിൽഡിംഗ് ഒന്നും അധികം വന്നിട്ടില്ല താഴേക്ക്. ബട്ട് മേളിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പുട്ട് ബിൽഡിംഗ് കാണാനും കഴിയുന്നുണ്ട്. എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് FID ഡാറ്റയും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നെക്സ്റ്റ് വീക്ക് മാത്രം നോക്കണമെങ്കിൽ 47 സ്ട്രാഡിൽ ഫോർമേഷൻ ആണ് വിത്ത് സപ്പോർട്ട്. റെസിസ്റ്റൻസ് 47,500 ഉണ്ട്. ആൻഡ് സപ്പോർട്ടാണ് മീൻസ് PCR 0.8 ബിയറിഷ്നെസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 47 എന്തായാലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് എടുക്കും. അതിന്റെ താഴെയും 46,900 സപ്പോർട്ട് ഉണ്ട്. എനിവേ ഇവിടെ നമുക്ക് എന്താ പറയാ, ലോങ് പുട്ടൊന്നും അധികം ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്തായാലും നമുക്ക് നാളെ എക്സ്പയറി ഇല്ലാത്തതുകൊണ്ട് 47 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് തന്നെ പോവാം. ഓക്കെ. 47 സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് തന്നെ പോവാം. ആൻഡ് 300 ഡിലീറ്റ് ചെയ്യായിരുന്നു. 47,500 ഇപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അത് മൈൻഡ് ചെയ്യുക. ആൻഡ് സപ്പോർട്ട് നമുക്ക് വരാം 46,500 തന്നെ ആയിരിക്കും. 46,500 ഇനി നെക്സ്റ്റ് സപ്പോർട്ട് 400 to 500 റേഞ്ച് ആവാനും ചാൻസസ് ഉണ്ട്. ഓക്കെ. എനിവേ അതിന്റെ ഇടയിൽ ഒരു ലൈവ് പോകുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം എന്തായാലും ഈ OA അനാലിസിസ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പറയാം.
അപ്പൊ അതാണ് ഒയിൽ വെച്ചിട്ട് 47 സ്ട്രാഡിൽ ഫോർമേഷൻ പോകുന്നുണ്ട്. റെസിസ്റ്റൻസ് വരുന്നത് 47,500 ആണ്. സപ്പോർട്ട് മാക്സിമം നമുക്ക് 46,500 എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിന്റെ ഇടയിൽ നമുക്കൊരു ലൈൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട്. ആൻഡ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് ഒരു വെർട്ടിക്കൽ ലൈൻ അതിൽ കൂടി പോകുന്നുണ്ട്. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മീൻസ് ലാസ്റ്റ് ഫൈനൽ അനാലിസിസിൽ നമുക്ക് ലാർജ് ടൈം ഫ്രെയിം മീൻസ് ഒരു 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ പറയാം. ആൻഡ് അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മീൻസ് ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്, മെയിനായിട്ട് അത് ശ്രദ്ധിക്കാൻ നോക്കാം. ഇനി FIDA ഡാറ്റ ഒന്ന് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കാം. ആൻഡ് പ്രോ വെച്ച് നോക്കാം. പ്രോയിൽ നമുക്ക് കാണാൻ കഴിയുക -2 lakh ഒരു കോള് അൺവൈൻഡ് കാണാം. ആൻഡ് അവിടെ മീൻസ് പുട്ട് അവിടെ നമുക്ക് അൺവൈൻഡിങ്ങിലേക്കും ബുള്ളിലേക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഒരു -6,000 അൺവൈൻഡിങ് ആണ്. അത് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ജസ്റ്റ് 6,000 ഉള്ളൂ. മീൻസ് കോള് ലോങ്ങിലേക്കില്ല, കോൾ അൺവൈൻഡ് ലോങ്ങിലേക്കുള്ള കോൾ അൺവൈൻഡ് ചെയ്തെന്നുള്ളത് ഡെയിലി ഇൻഡെക്സ് അനാലിസിസിലാണ്. ആൻഡ് സെല്ലിങ് കുറച്ചും കൂടി പ്രോ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് സെല്ലിങ് നല്ല രീതിയിൽ കുറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്, -6,000 വന്നിട്ടുണ്ട്. ബട്ട് ഹ്യൂജ്ലി സെല്ലിങ് വന്നിട്ടില്ല. ആ പോയിന്റ് നോട്ട് ചെയ്യണം. കറന്റ്ലി ഇത്രയും മാർക്കറ്റ് ഒരു നിഫ്റ്റി ഒരു ഓൾമോസ്റ്റ് 1.5% വീണിട്ടും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ ഒരു സെല്ലിങ് അത്രയും വന്നിട്ടില്ല. ആൻഡ് പ്രോയിൽ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ പ്രോ കോൾ OI വന്നേക്കുന്നത് -2 lakh ആൻഡ് പുട്ട് OI 1. OIൽ കംപ്ലീറ്റ്ലി ഒരു ബിയറിഷ് ആണ്. OIൽ കോള് സെല് ചെയ്തിട്ട് ആൻഡ് പുട്ട് ലോങ്ങിലേക്കും പോയിട്ടുണ്ട്. അത് നമുക്ക് ഒരു മീൻസ് OI ഇതിൽ വെച്ചിട്ട് നമുക്കൊരു ബിയറിഷ് സെന്റിമെന്റ് ഉണ്ട്. ആൻഡ് OIൽ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ വെച്ച് നോക്കുകയാണെങ്കിലും അവർ സെല്ലിങ് ജസ്റ്റ് ഒന്ന് ഹെവിയിലൊക്കെ വന്നിട്ടുണ്ട്. മീൻസ് -22,000 ആൻഡ് -15. ഇവിടെ നമുക്ക് കുറച്ചൊരു സെല്ലിങ് കൂടി വരുന്നതായിട്ട് കാണാം പ്രോയിന്റെ. ആൻഡ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് ഓയിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ സെല്ലിങ് കുറച്ച് കുറഞ്ഞത് ജസ്റ്റ് ഒന്ന് കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ഹെവിലി പുട്ടിലേക്കൊന്നും അവർ പോയിട്ടില്ല. ആൻഡ് ഇനി FIs നോക്കുകയാണെങ്കിൽ FIs കോള് മീൻസ് സെയിം ഇത് തന്നെയാണ്. അത് പുട്ട് ലോങ്ങിലേക്ക് പോയിട്ടുണ്ട്. FIs കോള് അൺവൈൻഡിങ് ചെയ്തിട്ടുള്ളൂ, പുട്ട് ലോങ്ങിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് സെല്ലിങ് അവർ കുറച്ച് ഒന്ന് മീൻസ് അവർ സെല്ലിങ് കുറച്ചുകൊണ്ട് വന്നായിരുന്നു. ബട്ട് ഇന്ന് നമുക്ക് സെല്ലിങ് വന്നിട്ടുണ്ട്, -13,000 സെല്ലിങ് വന്നിട്ടുണ്ട്. ആൻഡ് OIൽ നോക്കുമ്പോൾ ലോങ് ആൻഡ് കോൾ ലോങ് ഉണ്ട്. ആൻഡ് മോർ ദാൻ കോളിനെ കാട്ടി പുട്ടാണ്. സോ അവിടെ നമുക്ക് മീൻസ് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് പുട്ട് അൺവൈൻഡിങ് മീൻസ് പുട്ട് ലോങ്ങിലേക്ക് ആയിട്ടുള്ളത് കാണാം OIൽ. ആൻഡ് ഇവിടെ നമുക്ക് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ -43,000 ഒരു സെല്ലിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു കുറഞ്ഞു വന്ന സെല്ലിംഗ് ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. മേ ബി എങ്ങനെ തന്നെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഒന്ന് കൂടി വരുന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ FIDA ഡാറ്റ നോക്കുമ്പോൾ FISന്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഉണ്ടായ സെല്ലിങ്ങിന്റെ അത്രയും ഒരു വലിയ ക്യാൻഡിൽസോ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ കറന്റ്ലി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നില്ല. സോ അത് നമുക്കൊരു പോസിറ്റീവ് കാര്യമാണ്. ആൻഡ് FISന്റെ മീൻസ് സെല്ലിങ് -4,500 വന്നിട്ടുണ്ട്. ബട്ട് DIS ഹ്യൂജിൽ ബൈ ചെയ്തിട്ടുണ്ട്, -9,000 ഒരു ബുള്ളിഷ് DIS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, DIS കുറച്ചും കൂടി പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ കാണുന്നുണ്ട്. മേ ബി ഇതൊരു നല്ലൊരു ബോട്ടം ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് OI അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഒന്ന് വെച്ച് നോക്കാം. നമ്മളൊരു ബൈസോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈസോൺ പറയുന്നതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ വന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസും കൂടി ഒന്ന് നോക്കാന്ന്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 22,000 ആ പുൾ ബാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പുൾ ബാക്ക് പ്രതീക്ഷിച്ചു. ഇവിടെയാണ് നമ്മൾ റിവേഴ്സ് സ്ട്രാറ്റജി ഫോം ചെയ്തേക്കുന്നത്. ബട്ട് ഇവിടെ മീൻസ് നെക്സ്റ്റ് ക്യാൻഡിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെയും പിന്നെയും ഒരു ഫോൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന്.
ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് അവിടെ നിന്നും ഫോം ചെയ്തേക്കുന്നത്. ബട്ട് ഇനി നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ മേളിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയാൽ മേ ബി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഈ ഒരു ക്യാൻഡലിന്റെ മേളിലേക്ക് നമുക്കൊരു ക്ലോസിങ് കിട്ടിയാൽ നെക്സ്റ്റ് വീക്കിലേക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറയുക നമുക്ക് നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാം. ആൻഡ് അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. ഇനി അതല്ല നിഫ്റ്റി ഈ 21,800 താഴെ ക്ലോസിംഗ് ആണെങ്കിൽ 21,800 താഴെ ക്ലോസിംഗ് ആണെങ്കിൽ മാത്രമാണ് നിഫ്റ്റി ബിയറിഷ് സെന്റിമെന്റിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് നല്ലൊരു ക്ലോസിംഗ് 21,800 താഴെ, ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ 21,800 താഴെ വന്നാൽ മാത്രമാണ് നിഫ്റ്റി ആ കറന്റിലുള്ള മീൻസ് ഒരു ഹൈ ലോ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് ക്ലോസിംഗ് കിട്ടിയാൽ നമുക്ക് നിഫ്റ്റി കംപ്ലീറ്റ്ലി ഔട്ടായി എന്ന് പറയാം. അപ്പൊ 21,800 ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവല് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ഹൈ ലോ തന്നെയായിരുന്നു പോകുന്നത്. ഇവിടെ ബാങ്ക് നിഫ്റ്റിക്ക് നമുക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് ആണ് ഫസ്റ്റ് ഒരു റൺ ഉണ്ടായിരിക്കുന്നത്. ദെൻ സെക്കൻഡ് റൺ അവിടെയാണ്. ഇപ്പൊ നമുക്ക് ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. മീൻസ് ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആൻഡ് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെയും നമുക്ക് കിട്ടുകയാണെങ്കിൽ, നാളെ നമുക്ക് നോക്കാം, ഇവിടെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ബാങ്ക് നിഫ്റ്റിയും ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ടെലഗ്രാം ചാനൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് തന്നെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള അപ്സൈഡ് മീൻസ് ടാർഗറ്റ് ചെയ്തിട്ട് ലിമിറ്റഡ് ലോസിൽ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് മീൻസ് കൂളായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇത് സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ ഈ ലെവൽസ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് ഈ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമുക്ക് 46,500 താഴെ ഈ ഒരു ഹൈ ലോ ബ്രേക്ക് ചെയ്തിട്ട് 46,500 അല്ലെങ്കിൽ 46,000 ലാസ്റ്റ് 46,000 താഴെയോ നമുക്കൊരു ക്ലോസിംഗ് കിട്ടണം. എന്നാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയും മേ ബി നമുക്കൊരു വീക്കായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഇതൊരു ജസ്റ്റ് ഒരു സെല്ലിംഗ് മാത്രമാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കറക്ഷൻ, ജസ്റ്റ് ഒരു കറക്ഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സെയിം നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊന്നും ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ബൈ സോണിന്റെ അടുത്തേക്ക് വന്നിട്ടും ഉണ്ട്. അപ്പോൾ ലെവൽസ് കാര്യങ്ങളെല്ലാവരും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ എപ്പോഴും പറയാറുള്ള മാതിരി തന്നെയാണ്, ലെവൽസ് അനുസരിച്ചാണ് എപ്പോഴും ട്രേഡ് എടുക്കാനും നല്ലത്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് എങ്ങനെയാണ് അതും കൂടി ഒന്ന് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. ആൻഡ് എല്ലാവരും മീൻസ് സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ക്യാപിറ്റൽ സേഫ് ആയിട്ടുകൊണ്ട് മാത്രം മീൻസ് ട്രേഡ് ചെയ്യാനും നോക്കാം. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.